ഷീജ, സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു ജനകീയ ഇടപെടലാണ് വികസന സദസ്സ്. നമ്മൾ ചെയ്ത വികസന കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക, ഒപ്പം തന്നെ വികസന കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ വലിയ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട്, അവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന ഒരു ജനകീയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുക. അതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്, അല്ലേ? തീർച്ചയായും മനു, അതായത് ഒരു സർക്കാർ വെറുതെ അങ്ങ് പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഭരണം നടത്തി പോവുകയല്ല, അതിനപ്പുറത്തേക്ക് അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ ഒരു വിലയിരുത്തൽ, ഒപ്പം തന്നെ തുടർന്ന് ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടത്, അതിന്റെ ഒരു അതിന് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വികസന സദസ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണാം, ഈ വികസന സദസ്സിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന തിരുവനന്തപുരത്ത് നിശാഗന്ധിയിലാണ് നമ്മൾ ഉള്ളത്. അതിൽ ഈ തിരുവനന്തപുരം നഗരസഭ ഏത് രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച തന്നെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും കാണുവാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ നഗരസഭകൾ, കോർപ്പറേഷനുകൾ എന്നിങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുക. അതിൽ പ്രധാനമായും എല്ലാ വാർഡുകളിൽ നിന്നുള്ള ജനങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖരുടെ ഈ ഒരു പങ്കാളിത്തം ഈ സദസ്സിൽ ഉണ്ടാകും എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഓരോ ഇടങ്ങളിലും വികസന സദസ്സ് എത്തുമ്പോൾ അവിടെ കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നതിന്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്, അത് ജനങ്ങളിൽ നിന്നടക്കം അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അത് ക്രോഡീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുക. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ പിണറായി സർക്കാരിന്റെ നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. കാരണം ഒരിക്കലും ജനങ്ങളെ മാറ്റി നിർത്തി ഒരു ഭരണം അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളതല്ല ലക്ഷ്യമിടുന്നത്. ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട്, അത് വികസന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ടുള്ളൊരു നടപടി അത് സ്വീകരിച്ച് അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സമാനതകളില്ലാത്ത ഒരു ആലോചനയും സമാനതകളില്ലാത്തൊരു കാഴ്ചപ്പാടുമാണ് വികസന സദസ്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും, ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വികസന സദസ്സ് എത്തുമ്പോൾ വികസന കാഴ്ചപ്പാടുകളിൽ അതായത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം ഏറ്റവും നിർണായകമാണ്. സർക്കാരിന്റെ മാത്രം നിലപാടല്ല ഇവിടെ വേണ്ടത്, പൊതുസമൂഹത്തിൽ നിന്ന് ആഴത്തിൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നൊരു ചിന്ത മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നത് തന്നെ എത്രമാത്രം പുരോഗമനപരമാണ്, എത്രമാത്രം വലിയൊരു കാഴ്ചപ്പാടാണത്. തീർച്ചയായും മനു, അതിലൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഈ ഇത്തരത്തിലൊരു ആശയത്തിന് തുടക്കം കുറിച്ചത് നേരത്തെ തന്നെ നവകേരള സദസ്സിൽ നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിലാണ് ഒരു മന്ത്രിസഭ ഒന്നടങ്കം സംസ്ഥാനത്ത് 14 ജില്ലകളിലുമായി പര്യടനം നടത്തി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പദ്ധതി രേഖയൊക്കെ ഉണ്ടാക്കുന്നത് ആ രീതിയിലായിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ മേഖലാതല അവലോകന യോഗങ്ങൾ ചേർന്നു. അതിന്റെയും തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വികസന സദസ്സിന് ഇന്ന് ഇവിടെ സംസ്ഥാനത്ത് തുടക്കമാകുന്നത്. ഈ വികസന സദസ്സിലും അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. അത് കുറച്ചുകൂടി ജനങ്ങളോട് അടുത്ത് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വികസന സദസ്സ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതും. അതിലൂടെ ജനങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ രീതിയിൽ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം അതെല്ലാം ക്രോഡീകരിച്ച് അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതിയുണ്ടാക്കി ആ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുക. അതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വികസന സദസ്സ്. പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതിനോടും സഹകരിക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. നോക്കൂ, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കളുടെയോ മാത്രം പ്രതിനിധികളല്ലല്ലോ, അതൊരു വലിയ ജനവിഭാഗത്തിന്റെ കൂടി പ്രതിനിധികളാണ്. അപ്പോൾ ആ മനുഷ്യരുടെ ശബ്ദം കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ വേണ്ട എന്ന നിലപാടാണോ പ്രതിപക്ഷത്തിനുള്ളത്? ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്രമാത്രം മോശപ്പെട്ടൊരു സമീപനമാണ് പ്രതിപക്ഷം അങ്ങനെയാണെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ എല്ലാ വികസന കാഴ്ചപ്പാടുകളോടും ഇവരിങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നത്?
മനു, അതിൽ ഒട്ടും ആശയിക്കേണ്ടതില്ല. കാരണം പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് നമ്മൾ കാലങ്ങളായി തന്നെ കാണുന്നതാണ്, ഏത് രീതിയിലാണ് എന്നുള്ളത്. സംസ്ഥാന സർക്കാർ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനം കൊണ്ടുവന്നാലും അതുമായി സഹകരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങളടക്കം വിലയിരുത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷ MLA-മാരുള്ള മണ്ഡലങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട MLA-യുടെ അഭാവത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ തോതിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ്. ഇതിപ്പോൾ ജനങ്ങളെ അടുത്തറിയുന്ന ഏറ്റവും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ രീതിയിൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന, അത്രത്തോളം ജനങ്ങളോട് അടുത്ത് എത്തി കാര്യങ്ങൾ സംവദിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അവിടെയും ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഇടയിൽ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളത് അവർ ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് വലിയ തോതിൽ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ നമ്മൾക്കൊരു അവസരം വരുമ്പോൾ ഒന്നുകിൽ പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി നിലനിൽക്കാം. കാരണം ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ, ആശയങ്ങൾ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അവരുടെ കൂടി ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു അവകാശവാദം അവർക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഏത് വികസന പ്രവർത്തനം വന്നാലും അതിനെ ഉടൻ തന്നെ അത് ബഹിഷ്കരിക്കുക, അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോകുക, അതിനെ എതിർക്കുക എന്നുള്ളൊരു സമീപനം നമ്മുടെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല മനു. പക്ഷേ ഇതെല്ലാം അവർക്ക് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും കൂട്ടിച്ചേർക്കാൻ സാധിക്കുക മനു.